മനസ്സാക്ഷി മരവിച്ച് നിൽക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീൻ്റെ മണ്ണ് കത്തുകയാണ്. മനുഷ്യൻ്റെ ജീവൻ വിലയില്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിധം വംശഹത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അരുതെന്ന് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കേണ്ട കാലഘട്ടമാണിത്. പലസ്തീൻ്റെ മണ്ണ് അറബികളുടേതാണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് യങ് ഇന്ത്യ എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ലോകത്തോട് പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ മണ്ണാണിത്. റഷ്യയും അമേരിക്കയും രണ്ട് സാമ്രാജ്യത്വ ശക്തികളായി അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോൾ ചേരിചേരാ പ്രസ്ഥാനമുണ്ടാക്കി അന്ന് ഗമാൽ അബ്ദുൽ നാസറിനോടൊപ്പവും ടിറ്റോയോടുമൊപ്പം നിന്നുകൊണ്ട് ലോകത്തിന് മുമ്പിൽ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പൊരുതിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മണ്ണാണ്. പലസ്തീൻ വിമോചന മുന്നണിയുടെ പോരാളിയായിരുന്ന യാസർ അറഫാത്തിനെ ചുവന്ന പരവതാനി വിരിച്ച് ഡൽഹി വിമാനത്താവളത്തിൽ ലോകരാഷ്ട്ര നേതാവായി ആദ്യം സ്വീകരിച്ചുകൊണ്ട് പലസ്തീന് അംഗീകാരം കൊടുത്ത മണ്ണാണ് ഇന്ത്യ. വലിയ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അവസാന നാളുകളിൽ പോലും യാസർ അറഫാത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് രാജ്യത്തിൻ്റെ ധനസഹായം ഏൽപ്പിച്ചപ്പോൾ എൻ്റെ പെങ്ങളുടെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് അന്നത്തെ വിദേശകാര്യമന്ത്രിയായ നിയാമത് സാഹിബിനെ വാരിപ്പുണർന്ന് യാസർ അറഫാത്ത് വേദനയോടുകൂടി പറഞ്ഞത് നാം ഓർക്കുകയാണ്. ഒരു രാജ്യമെന്ന നിലക്ക് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടപെടൽ നടത്താൻ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് സാധിക്കണമായിരുന്നു. വേദനിക്കുകയാണ് മനസ്സ്. ഈ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇൻതിഫാദ എന്ന പേരിൽ ഒരു കാലഘട്ടത്തിൽ പലസ്തീൻ ജനത പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് വലിയ പിൻബലം നൽകിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ റാലികൾ, മുസ്ലിം ലീഗ് പാർട്ടി നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലി, അങ്ങനെയൊക്കെ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ട ഘട്ടങ്ങളാണിതൊക്കെ. നമുക്ക് പലസ്തീൻ ജനതയോടുകൂടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിയണം. അതിന് ഓരോരുത്തരും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു ഭാരതീയൻ്റെ, ലോകത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ ജീവനെ സ്നേഹിക്കുന്നവരുടെ ബാധ്യതയാണ് എന്ന് നിർവഹിക്കപ്പെടാൻ കൂടി അവർ മുന്നോട്ട് വരണം. അത് നമ്മുടെ ഒരു പ്രതിബദ്ധതയായി മാറണം. പലസ്തീൻ ജനതയ്ക്ക് വിജയത്തിൻ്റെ വെന്നിക്കുടി കാണിക്കാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.